നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് സമീപം കഴിഞ്ഞ ദിവസം വൈകുന്നേരം ശക്തമായ വെടിവെപ്പ് ഉണ്ടായതായി റിപ്പോർട്ട്. US മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം വൈറ്റ് ഹൌസ് കോംപ്ലക്സിന് തൊട്ടുപുറത്തുള്ള 17 സ്ട്രീറ്റ്, പെൻസിൽവാനിയ അവന്യൂ, നോർത്ത് വെസ്റ്റ് എന്നിവിടങ്ങളിൽ വന്നെത്തുന്ന സ്ഥലത്താണ് വെടിവെപ്പ് ഉണ്ടായത്. അതേസമയം 2 പേർക്കാണ് ഈ വെടിവെപ്പിൽ പരിക്കേറ്റതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. വെടിവെപ്പ് നടത്തിയ അക്രമിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇയാളിപ്പോൾ ആശുപത്രിയിലാണ്. അക്രമിയുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇറാനുമായുള്ള കരാർ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഓഫീസിൽ തുടരുന്ന സമയത്താണ് ഈയൊരു അതിക്രമം ഉണ്ടായിരിക്കുന്നത്. അതേസമയം അദ്ദേഹം സുരക്ഷിതനാണെന്നാണ് റിപ്പോർട്ട്. വൈറ്റ് ഹൌസിന്റെ നോർത്ത് ലോണിൽ റിപ്പോർട്ടിംഗിലുണ്ടായിരുന്ന ABC ന്യൂസ് ലേഖിക സെലീന വാങ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ തുടർച്ചയായി വെടിയൊച്ചകൾ കേട്ടതായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിൽ വൈറ്റ് ഹൌസിന് പുറത്ത് തുടർച്ചയായ വെടിവെപ്പ് സംഭവങ്ങളാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രദേശത്തെ സുരക്ഷാ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതിനെ തുടർന്ന് വൈറ്റ് ഹൌസിലെ ലോക്ക്ഡൌൺ പിൻവലിച്ചിട്ടുണ്ട്. 1 മാസം മുൻപ് വാഷിംഗ്ടൺ ഹിൽട്ടണിൽ നടന്ന വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെയും അതിക്രമം ഉണ്ടായിരുന്നു.